വർഷം 1905. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ പോരടിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു അച്ചടിയന്ത്രം ഇറക്കുമതി ചെയ്യുന്നു. ഒരു പത്രം ആരംഭിക്കുന്നു. പേര് സ്വദേശാഭിമാനി. പത്രം ആരംഭിച്ച് കേവലം 5 വർഷങ്ങൾക്ക് ശേഷം ആ പത്രം ഭരണകൂടം കണ്ടുകെട്ടുന്നു. അതിൻ്റെ പത്രാധിപൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുന്നു. വലിയൊരു സാമ്പത്തിക ഭാരം തൻ്റെ മേലുണ്ടായിട്ടും ആ പത്രത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അടിയറവ് വെക്കാൻ തയ്യാറാക്കിയില്ല. ആ ധീരദേശാഭിമാനിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പേര് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 തിരുവിതാംകൂർ വക്കത്ത് ജനിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ വളരെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം നിരവധി ഭാഷകൾ പഠിക്കാൻ ആരംഭിക്കുന്നു. അറബിക്, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം പോലെയുള്ള നിരവധി ഭാഷകളും പരന്ന വായനയും ശീലമാക്കിയ അദ്ദേഹം ഏകദേശം 25 വയസ്സായപ്പോഴേക്കും നാട്ടിലെ ഒരു പണ്ഡിതനായി അറിയപ്പെടാൻ തുടങ്ങി. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിക്കുന്ന സ്വദേശാഭിമാനി പത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നായികക്കല്ലായ ഒരു കാര്യം. പത്രത്തിൻ്റെ ആദ്യത്തെ ചീഫ് എഡിറ്റർ CP ഗോവിന്ദപിള്ളയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പ്രസ് മാറ്റുകയും അതിൻ്റെ ചീഫ് എഡിറ്ററായി, പത്രാധിപരായി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നിയമിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര മീഡിയ ഏജൻസിയായ റോയിട്ടേഴ്സുമായി ബന്ധം സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ പത്രം കൂടിയാണ് സ്വദേശാഭിമാനി. 1922 കേരള മുസ്ലിങ്ങളുടെ ഐക്യത്തിന് അടിത്തറ പാകിക്കൊണ്ട് കേരള മുസ്ലിം ഐക്യസംഘത്തിന് രൂപം കൊടുക്കാൻ മുന്നിൽ നിന്ന ഒരു വ്യക്തിയായിരുന്നു മൗലവി. 1924 കേരളത്തിലെ പണ്ഡിതന്മാരെയെല്ലാം ഒരു കുടക്കീന് കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള ജമിഅത്തുൽ ഉലമാക്കും അദ്ദേഹം മുൻകൈയെടുക്കുന്നു. കേരള മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും വിശ്വാസ ജീർണതകൾക്കുമെതിരെ അദ്ദേഹം നിരന്തരം പോരടിച്ചു. അതിനായി മലയാള ഭാഷയിൽ മുസ്ലിം മാസികയും അറബി മലയാളത്തിൽ അൽ ഇസ്ലാം മാസികയും അദ്ദേഹം പുറത്തിറക്കി. കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിന് മാത്രമല്ല കേരള ചരിത്രത്തിനാകമാനം വലിയ സംഭാവനകൾ നൽകിയ ആ ജയന്റ് 1932 ഒക്ടോബർ 2 ഈ ലോകത്തോട് വിട പറഞ്ഞു.